കരുണയും അനുകമ്പയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് കരുണയും അനുകമ്പയും. നാം സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് മറ്റുള്ളവരോട് കരുണയും അനുകമ്പയും കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും കരുണയുടെയും അനുകമ്പയുടെയും ഉത്തമ മാതൃകകളായിരുന്നു. രോഗികളെ സൗഖ്യമാക്കുമ്പോഴും പാപികളോട് ക്ഷമിച്ചപ്പോഴും വിശക്കുന്നവർക്ക് ആഹാരം നൽകിയപ്പോഴും അത്ഭുതങ്ങൾ താൻ പ്രവർത്തിച്ചപ്പോഴൊക്കെയും യേശു ദൈവസ്നേഹം വെളിപ്പെടുത്തി. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്ന് മത്തായി സുവിശേഷം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു. ഇത് കേവലം ഒരു അനുഗ്രഹം പ്രാപിക്കുവാനുള്ള വാഗ്ദത്തം മാത്രമല്ല, മറിച്ച് നാം മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നുവോ എന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കുന്നത് എന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യം. നമ്മുടെ സഹോദരങ്ങളുടെ ദുരിതങ്ങളിൽ നാം പങ്കു നിൽക്കണം. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യങ്ങളായി കാണുവാനും അവരെ സഹായിക്കുവാനും നാം എപ്പോഴും സന്നദ്ധരായിരിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശുദ്ധരുമാകയാൽ മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ക്ഷമയും ധരിച്ചു കൊള്ളുക എന്ന് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുമ്പോൾ ആ ദൈവിക സ്നേഹം സ്വാഭാവികമായും മറ്റുള്ളവരിലേക്ക് നമ്മിൽ നിന്ന് പകരപ്പെടും. നമ്മുടെ ജീവിതത്തിൽ കരുണയും അനുകമ്പയും വളർത്തുന്നത് നമ്മുടെ വിശ്വാസത്തെ എപ്പോഴും ശക്തിപ്പെടുത്തും. ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ ഈ ലോകത്തിലേക്ക് നമുക്ക് പ്രകാശിപ്പിക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.